കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വലിയൊരു വെളിപ്പെടുത്തൽ നടക്കുകയായിരുന്നു. അത് കള്ളവോട്ടിനെ കുറിച്ച്. എന്നിട്ട് മോദി ചോറ് ഹേ നടക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഈ കള്ളവോട്ടുകൾ ഒരുപാട് വീഴുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നു. ശരിക്കും അങ്ങനെ ഉണ്ടോ? അത് പണ്ടുണ്ട്. ഇതിനു മുമ്പുള്ളതാണ്. മോദി വരുന്നതിന് മുമ്പ് കള്ളവോട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കള്ളവോട്ടൊക്കെ. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ അതിനൊരു വെളിപ്പെടുത്തൽ വലിയ തെളിവായിട്ട് കാണാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ ഒന്നും കാണാൻ പറ്റില്ല, എന്തൊക്കെ വിളിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജനാധിപത്യം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണോ? ജനാധിപത്യം ഉള്ളതുകൊണ്ടല്ലോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചെടുത്ത് ഞാൻ അതിന് മറുപടി അറിയാം. ഒരു വിള്ളലും വീഴുന്നില്ല. അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. അത് കള്ളവോട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. എത്ര എണ്ണം ഉണ്ട്? തൃശ്ശൂരിൽ ഈ വോട്ട് ചെയ്യുന്നവരൊക്കെ ചിന്തിക്കില്ലേ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന്? അവർ മണ്ടന്മാരല്ലല്ലോ. അവരുടെ വോട്ട് 3-4 ഉണ്ടായിക്കോട്ടെ, ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ വെറുതെ പ്രൊപ്പാൻഡ് അടിക്കുന്നതല്ലേ. ഇതൊക്കെ വെറുതെ വേറെ പണിയില്ല അവർക്ക്. റോഡ് മുഴുവൻ ഇതായി കിടക്കുക. ഒരുപാട് കാര്യങ്ങൾ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ. എത്ര അപകടങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ നല്ലതെന്നും പറയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തലാക്കേണ്ടതാണ്. പക്ഷേ കൂടുതൽ ഇതിനു വേണ്ടി സമയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വോട്ടിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ആ വോട്ടുകൾ ഇതുപോലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തും. ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല, കോടതി തീരുമാനിക്കും. പിന്നെ അങ്ങനെ കള്ള വോട്ടുകൾ വീഴുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് വിങ്ങലുണ്ടാവുന്നുണ്ടോ? ജനങ്ങൾ പൊട്ടന്മാരായില്ല. ഇപ്പോൾ ജനങ്ങൾ 100% പൊട്ടന്മാരല്ലേ. ഇപ്പം നമ്മൾ വോട്ടിന് എന്താ കാര്യമുള്ളത്? അങ്ങനെയാണ് ഈ കള്ളവോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ജനങ്ങൾ വോട്ടിനതിൽ കാര്യമില്ലല്ലോ. ഒരാൾ നിന്നിട്ട് വെറുതെ ജയിപ്പിച്ചാൽ പോരെ. നമ്മൾ ജനങ്ങൾ വോട്ടിനില്ല. അപ്പോൾ അതിൽ കാര്യമില്ല. സത്യം പറഞ്ഞത് നമ്മുടെ ജനാധിപത്യത്തില് വിങ്ങല് വീഴുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി വലിയ വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. വോട്ട് കൊള്ള നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മോദിയെ അപ്പോൾ നമ്മള് ഇവിടെ വോട്ടുകൾ കള്ള വോട്ടുകളായി മാറുന്നുണ്ടോ? അല്ല, വോട്ടുകൾ കള്ള വോട്ടുകളായി മാറുന്നല്ല. ഇത് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ്. ഗെയിം കളിച്ചോട്ടെ, പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ കൈയടിക്കുന്ന ഞങ്ങൾക്ക് കൂടെ ഒരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഗെയിമായിരിക്കണം കളിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ആ ഗെയിമിനകത്ത് എന്താണ്, നമുക്കും പ്രയോജനം ഉണ്ടാകണം, ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. എല്ലായിടത്തും ജനങ്ങൾക്ക്. ഇപ്പോൾ മോദി എന്ന് പറയുന്ന ആൾ നല്ലൊരു വ്യക്തിയാണ്. പേഴ്സണലി പുള്ളിയുടെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ഇപ്പോൾ നിൽക്കുന്ന നിലപാട് കുറച്ചുകൂടെ കേരളത്തിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ കുറച്ചുകൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. മോദി സർക്കാർ ഈ കേരളത്തിൽ വേര് പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയ സുരേഷ് ഗോപി സാറിനെ നമ്മൾ തിരഞ്ഞെടുത്തല്ലേ. പക്ഷേ ആ സമയം ഇത്രയായിട്ടും നമുക്ക് ഒരു കോൺഫിഡൻറ്റ് കൺവിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കം എന്താ പറയുക, സ്ഥലം മാറിക്കൊണ്ട് അതും ഒരു കള്ള വോട്ടായി കണക്കാക്കപ്പെടുന്നുണ്ട്. പലരും പറയും പുള്ളിയെ എല്ലാവരും കള്ളവോട്ട് കൊണ്ട് വിജയിപ്പിച്ചല്ല, നല്ല വോട്ട് കൊണ്ട് വിജയിപ്പിച്ച ആൾ തന്നെ കേട്ടോ. പുള്ളിയുടെ ആ ഒരു വ്യക്തി പ്രവർത്തനം അത് സിനിമയിലെ പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓർത്താണ് ചെയ്തത്. അത് കള്ളവോട്ടൊന്നുമല്ല, ജനങ്ങൾ മനഃപൂർവ്വം അയാളെ തിരഞ്ഞെടുത്ത് തന്നെയാണ്. പക്ഷേ ആളിൽ നിന്ന് കിട്ടേണ്ട അപ്ഡേഷൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒരു അഭിപ്രായം പറയാൻ ഏതൊരു പൗരന് ആവശ്യമുണ്ടല്ലോ, അത് കിട്ടുന്നില്ല എന്നുള്ളൊരു ശക്തമായ എതിർപ്പുണ്ട്. കാരണം ഇത് സിനിമയല്ല, പൊളിറ്റിക്കൽ. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, താങ്ക് യു. Sorry? More little political question. Okay. It's about our election commission, our voting system. Yes. In some places there are many complaints are coming. Okay. Many fake votes IDs are being used. you heard the news? Yes, I did. I mean, I did here because I live in Bangalore. Like, I have heard that in Karnataka as well, has been a lot of instances where, fake voter IDs are being used. And I do think that it's not, like, democracy is not, that's not what we stand for. Like, we are supposed to give access to people who actually want to watch, give a platform to politicians to actually address our needs, and having some system where, you just want votes more than people's voices being heard. I do think that's not what we are supposed to be standing for and advocating. So yeah. So do you think that our democracy is falling? I mean, I don't really know. I don't want to get too political, but there is a lot of corruption in the system, which I think has to be addressed, because we have been following this system of democracy for many years, and we should
like have that kind of respect, that like, you know, give respect to the ideal and what democracy actually stands for. So yeah, Okay, thank you. no problem.